നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 8 തീയതിയാണ്. ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സും ഉണ്ട്. അല്ലാതെയുള്ള ജനറൽ ഇമ്പോർട്ടൻസിലുള്ള കുറച്ച് ടോപ്പിക്സും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മെയിൻ ഹെഡ്ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്ലൂഷൻ ഇൻ പബ്ലിക് സ്പേസസ് ഫ്രം ഫിയർ ടു ഫ്രീഡം. GS1ലും GS2ലും ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ആൻഡ് ഇക്വിറ്റബിൾ ഫ്യൂച്ചർ ഫോർ വിമൻ ഇൻ സയൻസ് ഇൻ ഇന്ത്യ. GS1ൽ വരുന്ന ടോപ്പിക്കാണ്. ഹിമാലയൻ ട്രാജഡി GS1ൽ വരുന്ന ടോപ്പിക്കാണ്. പിന്നെ ഒരു മോഡൽ പ്രിലിംസ് ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്താണ് ഈ ആർട്ടിക്കിൾസ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ്. വിമൻസ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ ഒരു UPSC ആസ്പിരന്റിനെ സംബന്ധിച്ച് മനസ്സിൽ വരേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലെ 5ാമത്തെ ഗോളാണ് ജെൻഡർ ഈക്വാളിറ്റി ആൻഡ് എംപവർ ഓൾ വിമൻ ആൻഡ് ഗേൾസ്. അതായത് ജെൻഡർ ഈക്വാളിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 5 ആയിട്ട് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് SDGsൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ SDG 5ന്റെ മറ്റ് ടാർഗറ്റ്സ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങൾ കൊടുക്കുക. അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ലാൻഡ് ആവാം, പ്രോപ്പർട്ടി ആവാം, സെക്ഷുവൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആവാം, ടെക്നോളജി ആവാം. പിന്നെ കൂടാതെ അവരുടെ വിദ്യാഭ്യാസ സമത്വം അത് കൊണ്ടുവരിക. അതുകൂടാതെ തന്നെ ജോലിയിലുള്ള സമത്വം വരും അതിനകത്ത്. പിന്നെ കൂടാതെ അവരുടെ റെപ്രസെന്റേഷൻ ഉയർത്തുക. അതായത് അവർക്ക് ഡിസിഷൻ മേക്കിംഗ് പൊസിഷൻസിലേക്ക് അവരുടെ റെപ്രസെന്റേഷൻസ് ഉയർത്തുക എന്ന ഒരു ടാർഗറ്റും കൂടെ നമ്മുടെ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 5നകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസിലേക്ക് കടക്കാം. ഇൻക്ലൂഷൻ ഇൻ പബ്ലിക് സ്പേസസ് ഫ്രം ഫിയർ ടു ഫ്രീഡം. GS1 ആൻഡ് 2ൽ ഓവർലാപ്പിംഗ് ആണെന്ന് പറഞ്ഞു. 1ൽ ഏത് ഭാഗത്താണെന്ന് നമുക്കറിയാം, ഇന്ത്യൻ സൊസൈറ്റിയുടെ ഭാഗത്താണ്. GS2നകത്തെ ടോപ്പിക്കിൽ നമുക്കറിയാം വൾണറബിൾ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ അതിൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു വിമൻ. ഈ ഒരു പാർട്ടിൽ നമുക്ക് ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ആർട്ടിക്കിൾ ഹൈലൈറ്റ് ചെയ്യുന്നത് വിമൻ സേഫ്റ്റിയുടെ ഇഷ്യൂയെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ പബ്ലിക് സ്പേസിലുള്ള വിമന്റെ ആക്സസിബിലിറ്റിയെ കുറിച്ചുമാണ്. പൊതു ഇടങ്ങളിൽ എത്രത്തോളം സ്ത്രീകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏകദേശം 177 രാജ്യങ്ങളുടെ ഒരു റാങ്കിങ് ഉണ്ടായിരുന്നു. 177 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു റാങ്കിങ്, വിമൻ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2023. ഇതിനകത്ത് ഇന്ത്യയുടെ റാങ്ക് 128 അപ്പൊ അതായത് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് വളരെയധികം പെട്രിയാർക്കൽ നോംസും അതുപോലെ വിമന്റെ മൊബിലിറ്റിയെ ലിമിറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള കുറെ അധികം ഇഷ്യൂസ് ഇന്ത്യയിൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട്. വിമൻ ആർ ഓഫൺ റെസ്ട്രിക്റ്റഡ് ടു പ്രൈവറ്റ് സ്പേസസ് ആൻഡ് ഈവൻ വെൻ ഇൻ പബ്ലിക് ദെയർ പ്രസൻസ് ഈസ് മോസ്റ്റ്ലി ഫങ്ഷണൽ റാദർ ദാൻ റിക്രിയേഷണൽ. അപ്പം പബ്ലിക്കിൽ വരുന്ന സമയത്ത് എന്താ, അവർക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ പൊതു ഇടങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം അവിടെ ചെയ്യാൻ പറ്റണം. അല്ലാതെ അവർക്കൊരു റിക്രിയേഷണൽ പർപ്പസിന് ഒരു പബ്ലിക് സ്പേസിലേക്ക് അവർക്ക് പോകാൻ ഉള്ള കുറെ അധികം റെസ്ട്രിക്ഷൻസ് വിമന്റെ കേസസിലുണ്ട്. പിന്നെ കൂടാതെ അവരെന്താണ് പ്രൈവറ്റ് സ്പേസിലേക്ക് റെസ്ട്രിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആണ് എന്ന കോൺസെപ്റ്റ് ഒക്കെയാണ് ഈ പറയുന്ന ഇൻഡെക്സ് പ്രകാരം അവർ കണക്കാക്കുന്നത്. പബ്ലിക് സ്പേസസ് റിമെയിൻ ജെൻഡേർഡ്. ആ ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും നമ്മുടെ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കേണ്ടതാണ്. പബ്ലിക് സ്പേസസ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ജെൻഡേർഡ് ആണ്, വിത്ത് വിമൻ നാവിഗേറ്റിംഗ് ദം കോഷ്യസ്ലി ഡ്യൂ ടു സേഫ്റ്റി കൺസേൺസ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് സ്ത്രീകൾ മുന്നോട്ട് പോകുന്നതെന്നാ പറയുന്നത്. അതായത് അവർ വളരെ കോഷ്യസ് ആണ്, വിജിലന്റ് ആയിട്ട് ആണ് പബ്ലിക് സ്പേസസിൽ അവർ ഓരോ സിറ്റുവേഷൻസും അഭിമുഖീകരിക്കേണ്ട വരുന്നത്. ഡെസ്പൈറ്റ് ആൻ ഇൻക്രീസ് ഇൻ വിമൻസ് വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, അതായത് LFPR ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് 35% ഇൻക്രീസ് ഉണ്ടായി, അല്ലെങ്കിൽ 35% ഇൻക്രീസ് ഇൻ വിമൻസ് വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, അത് ഇൻക്രീസ് ഉണ്ടായി വിമന്റെ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷനിൽ. അതായത് ഏകദേശം പറയുന്നത് 2023-24 LFPR ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എത്രയാ, 35.6%. They still face barriers in freely accessing public areas. എങ്കിൽ പോലും ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് 35.6% ആയിരിക്കെ പോലും സ്ത്രീകൾ എന്താണ് പബ്ലിക് ഏരിയാസിൽ ഫ്രീലി ആക്സസ് ചെയ്യുന്ന കാര്യത്തിൽ ഒത്തിരിയധികം ബാരിയേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ആർട്ടിക്കിൾ പിന്നെ പറയുന്ന കാര്യം എന്താണ്,
റീക്ലെയിമിംഗ് പബ്ലിക് സ്പേസസ്. ആ പബ്ലിക് സ്പേസസിനെ സ്ത്രീകൾക്കും കൂടെ ആക്സസിബിൾ ആക്കുക, അല്ലെങ്കിൽ അതിനെ റീക്ലെയിം ചെയ്ത് തിരിച്ചു പിടിക്കുക ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നെസസിറ്റി. അതൊരു നെസസിറ്റി മാത്രമായിട്ട് കാണരുത്. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ, അതായത് ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോകുമ്പോൾ മാത്രം പബ്ലിക് സ്പേസിൽ വരുന്ന രീതിക്കല്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം പോകുന്നതല്ല. അവർക്കൊരു ലെഷറായിട്ട്, അവർക്ക് താല്പര്യമുള്ള സമയത്ത് അവർക്ക് പബ്ലിക് സ്പേസസ് ആക്സസ് ചെയ്യാൻ പറ്റണം. ആസ് ഹൈലൈറ്റഡ് ഇൻ വൈ ലോയിറ്റർ. വൈ ലോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൂവ്മെന്റ് ആണ്. ഇതിപ്പോ പറയുന്നത് ഒരു ബുക്കിന്റെ ബേസിസില്ല. 2011 ഇറങ്ങിയ ഒരു ബുക്കാണ് വൈ ലോയിറ്റർ. അതായത് സ്ത്രീകൾ ഇതിനു വേണ്ടി മാത്രം, അതായത് ഫങ്ഷണൽ പർപ്പസിന് വേണ്ടി മാത്രമല്ലാതെ സ്ത്രീകൾക്ക് ഒരു ലെഷർ ആയിട്ടും പബ്ലിക് സ്പേസ് ആക്സസ് ചെയ്യാൻ പറ്റണം. അതൊരു മൂവ്മെന്റ് ആയിരുന്നു. ബോംബെയിലൊക്കെ അതൊരു മൂവ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ദ ബിലീഫ് ദാറ്റ് വിമൻ നീഡ് പ്രൊട്ടക്ഷൻ ഫർദർ റെസ്ട്രിക്ട്സ് ദെയർ ഓട്ടോണമി, confining them to curated spaces like malls rather than the open streets. സ്ത്രീകളൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നത് എങ്ങോട്ടാണ്? മാൾസിലേക്കും. അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പോകാൻ താല്പര്യപ്പെടുന്നത്? കാരണം ആ ഒരു ബിലീഫ് നോഷൻ സൊസൈറ്റിയിലുണ്ട്, വിമന് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എന്താ, അവർക്കൊരു ഒറ്റയ്ക്ക് പോകാനുള്ള കാര്യങ്ങൾ, അവർക്കൊരു ഓട്ടോണമിയിൽ കുറെ അധികം റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ അവർ കൂടുതൽ മാളിലേക്ക് പോകാനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്, റാദർ ദാൻ ഗോയിങ് ടു ആൻ ഓപ്പൺ സ്ട്രീറ്റ്. പിന്നെ ഈ ആർട്ടിക്കിളിൽ പറയുന്നത് പബ്ലിക് സ്പേസസ് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ അല്ല. പക്ഷെ അതിന് മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? സൊസൈറ്റി വിമന്റെ പ്രസൻസ്, പബ്ലിക് ഏരിയാസിൽ വരുന്ന ആ ഒരു വിമന്റെ പ്രസൻസ് നോർമലൈസ് ചെയ്യണം. സ്ത്രീകൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്താ, അതിനെ വലിയൊരു സംഭവമായി കാണേണ്ട ആവശ്യമില്ല. റദർ ദാൻ സീയിങ് ഇറ്റ് ആസ് എ ബിഗ് ബിഗ് ഇഷ്യൂ ഓർ ലൈക്ക് എ ബിഗ് ഇമ്പാക്ട്, വി ഷുഡ് സീ, അല്ലെങ്കിൽ വി ഷുഡ് നോർമലൈസ് ഇറ്റ്. നമ്മൾ അതിനെ ആ രീതിക്ക് കാണണമെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. Government can contribute by improving infrastructure such as better lighting, safe public toilets and recreational spaces for women. നമുക്കറിയാം, കുടുംബശ്രീ മുതലായ ആളുകളൊക്കെ നമുക്ക് എന്താ, വഴിയോരങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സേഫ് പബ്ലിക് ടോയ്ലറ്റ്സും പിന്നെ അതുപോലെ റിക്രിയേഷണൽ സ്പേസസ് ഒക്കെ ഒരുക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ ഗുഡ്, ഒരു നല്ലൊരു ലീഡാണ് കാര്യങ്ങളിൽ. മുന്നോട്ടുള്ള ഒരു പോക്കില് അതൊക്കെ ഗുണം ചെയ്യും. പിന്നെ കൂടാതെ സ്ട്രിക്റ്റർ ലോ എൻഫോഴ്സ്മെന്റ് ഈസ് ഓൾസോ നെസസറി ടു റെഡ്യൂസ് ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് എൻഷുർ അക്കൗണ്ടബിലിറ്റി. ആർട്ടിക്കിൾ 15 നമുക്കറിയാം എന്താണ് പറയുന്നതെന്ന്. ഡിസ്ക്രിമിനേഷൻ സെക്സിന്റെ ബേസിസിൽ കുറേയധികം ക്രൈറ്റീരിയ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 15. അതിലൊന്നാണ് എന്ത്, സെക്സിന്റെ ബേസിസിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല. അതുപോലെ ലോ എൻഫോഴ്സ്മെന്റ് എന്താണ്, സ്ട്രിക്റ്റർ ആണ്, ജെൻഡർ ബേസ്ഡ് വയലൻസും പിന്നെ അതുപോലെ അതൊക്കെ അങ്ങനെയുള്ള ഇപ്പോൾ ഉള്ള ഓൾറെഡി ഉള്ള നിയമങ്ങളെല്ലാം കൂടുതൽ അല്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, ഇപ്പോൾ ഉള്ള ലോസ് എല്ലാം കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ, അൾട്ടിമേറ്റ്ലി മീനിങ്ഫുൾ ചേഞ്ച് റിക്വയർസ് ബോത്ത് പോളിസി റിഫോംസ് ആൻഡ് സൊസൈറ്റൽ ഷിഫ്റ്റ്. പോളിസി റിഫോംസ്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എടുക്കുന്ന ആ ഒരു റിഫോംസ് പോലെ തന്നെ എന്ത് ഇമ്പോർട്ടന്റ് ആണ്, ഒരു ബാലൻസ് വേണം എന്തുമായിട്ട്, സൊസൈറ്റൽ ഷിഫ്റ്റ്, സൊസൈറ്റി അതിലേക്ക് മാറാൻ സാധിക്കണം. ടു ക്രിയേറ്റ് ഇൻക്ലൂസീവ് എൻവയോൺമെന്റ്സ് വേർ വിമൻ ക്യാൻ മൂവ് ഫ്രീലി വിത്തൗട്ട് ഫിയർ ഓർ റെസ്ട്രിക്ഷൻ. അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് സൃഷ്ടിച്ചെടുക്കാൻ പറ്റണം. അടുത്തായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, അതും ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. ആൻഡ് എക്വിറ്റബിൾ ഫ്യൂച്ചർ ഫോർ വിമൻ ഇൻ സയൻസ് ഇൻ ഇന്ത്യ. ഇത് GS1 വരുന്ന ഒരു ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിളിൽ പറയുന്നത് തികച്ചും വേറൊരു ആസ്പെക്ട് ആണ് വിമന്റെ. അതായത് വിമനെ നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ എന്താ, പബ്ലിക് സ്പേസസിൽ വിമന്റെ ആ ഒരു ആക്സസിബിലിറ്റി പ്രോബ്ലംസ്, അല്ലെങ്കിൽ പബ്ലിക് സ്പേസസിൽ വിമനെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചായി അവിടെ പറഞ്ഞതെങ്കിൽ ഇതിൽ പറയാൻ പോകുന്നത് വിമനെ വേറൊരു സ്പേസിൽ കാണുന്നില്ല. ഏത് സ്പേസ് ആണ്? അതെ, സ്റ്റെം ബ്രാഞ്ച്, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഈ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയിലോ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് ഓഫ് വർക്ക് ചെയ്യുന്ന വിഭാഗത്തിലോ വിമന്റെ പ്രാതിനിധ്യം കുറവാണ്, അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ ഒത്തിരിയധികം ചലഞ്ചസ് വിമൻ ഫേസ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ഏർലി എഡ്യൂക്കേഷൻ ടു അഡ്വാൻസ്ഡ് കരിയർ സ്റ്റേജസ്. സൊസൈറ്റൽ നോംസ്, ജെൻഡർ ബയസ്, സിസ്റ്റമിക് ഡിസ്ക്രിമിനേഷൻ ലിമിറ്റ് ദർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. അപ്പൊ എന്തൊക്കെയാ 3 കാരണങ്ങൾ ഇതിൽ പറയുന്നത്? സൊസൈറ്റൽ നോംസ് ഉണ്ട്, ജെൻഡർ ബയസ് ഉണ്ട്, അതുപോലെ തന്നെ സിസ്റ്റമിക് ഡിസ്ക്രിമിനേഷനും ഉണ്ട്. സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഒരു ഡിസ്ക്രിമിനേഷന് സ്ത്രീകളുടെ ഓപ്പർച്യൂണിറ്റീസിനെ പിന്നെ അതുപോലെ പ്രൊഫഷണൽ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. Despite progress, women remain underrepresented in leadership roles and research positions both globally and in India. ഇന്ത്യ നോക്കുവാണെങ്കിലും ഗ്ലോബലി നോക്കുവാണെങ്കിലും സ്ത്രീകളുടെ ഒരു അണ്ടർ റെപ്രസെന്റേഷൻ ഉണ്ട് ലീഡർഷിപ്പ് റോൾസിലും അതുപോലെ റിസർച്ച് പൊസിഷൻസിലും.
അടുത്തതായിട്ട് കീ ചലഞ്ചസ് ആണ് നമ്മൾ പറയുന്നത്. കീ ചലഞ്ചസ് ഫോർ വിമൻ ഇൻ സ്റ്റെം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്. അപ്പം സ്റ്റെം ബ്രാഞ്ചസിൽ വിമൻ ഫേസ് ചെയ്യുന്ന കീ ചലഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് എഡ്യൂക്കേഷണൽ ബാരിയേഴ്സ് ആണ്. Girls often have limited access to quality education in science due to societal expectations and stereotypes that discourage them from pursuing STEM fields. നമുക്കറിയാം കുറെ അധികം സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട്, സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. സ്ത്രീകൾ ഇപ്പം സയൻസ്, ടെക്നോളജി പരമായിട്ടുള്ള ഫീൽഡ് എടുക്കുകയാണെങ്കിൽ കുറെ അധികം ചിലപ്പം പ്രാക്ടിക്കൽ വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ ചിലപ്പം ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, അതൊക്കെ കൂടുതലും എന്തായിരുന്നു നേരത്തെ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മെയിൽ പോപ്പുലേഷൻ ആയിരുന്നു. ഇപ്പോഴും അതെ, വളരെ സ്ത്രീകൾ വരുമ്പോൾ എന്താണ് ആളുകൾക്ക് ഭയങ്കര കൗതുകം മെക്കാനിക്കൽ ബ്രാഞ്ചസിലും ഒക്കെ വരുമ്പോൾ. അപ്പൊ അതുപോലെ തന്നെയാണ് പല ഏരിയയിലും ഇപ്പൊ കുറെ അധികം മാറ്റം വരുന്നുണ്ട്. ഇപ്പം ഹയർ പോസ്റ്റിൽ ഇപ്പൊ പൈലറ്റ്സ് ആയിട്ട് ഗേൾസ് വരാറുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് ഗേൾസ് വരാറുണ്ട്, കുറെ അധികം മാറുന്നുണ്ട്. അത് നമ്മൾ പറയുന്ന ചലഞ്ചസ് എന്താണെന്നാ പറയുന്നത്, അത് സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസും സ്റ്റീരിയോ ടൈപ്സും ഒക്കെയാണ് പ്രൈമറി ആയിട്ടുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ. ആളുകൾ സ്ത്രീകൾ ഇന്ന ഫീൽഡിലേക്ക് പോകാൻ പാടില്ല എന്നൊരു നോഷൻ ഇപ്പോഴും ആളുകളുടെ ഉള്ളിലുണ്ട്. പിന്നെ കൂടാതെ ഫാമിലീസ് ആൻഡ് സ്കൂൾസ് മേ അൺനോയിങ്ലി റീഇൻഫോഴ്സ് ജെൻഡർ നോംസ് ദാറ്റ് പുഷ് ഗേൾസ് അവേ ഫ്രം സയൻസ് റിലേറ്റഡ് കരിയേഴ്സ്. അപ്പം എന്താണ് സ്കൂളും ഫാമിലിയും ഒക്കെ അതുപോലെ ഈ പറയുന്ന ജെൻഡർ നോംസ് ഒക്കെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട് അൺനോയിങ്ലി. അവരറിയാതെ പോലും കുട്ടികളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ ഒരു നോംസ് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അടുത്തത് വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജെൻഡർ ബയസ് ആണ്. നമുക്കറിയാം സ്റ്റെം കരിയേഴ്സ് ചെയ്യുന്ന സ്ഥലത്ത് സ്ത്രീകൾ ഒത്തിരി അധികം ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി അധികം ഹർഡിൽസ് ഓവർകം ചെയ്യേണ്ടി വരും. അവർക്ക് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സുധാമൂർത്തി എന്ന് പറയുന്ന ഇൻഫോസിസിന്റെ ഒക്കെ ഒരു നമുക്കറിയാം വളരെയധികം അതിലൊക്കെ ഒരു പ്രൊമിസിങ് റോള് വഹിച്ച ആളാണ് സുധാമൂർത്തി. ആസ് എ റൈറ്റർ അവരൊരു എഞ്ചിനീയർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫീമെയിൽ എഞ്ചിനീയർ ഇൻ ഇന്ത്യ. അങ്ങനെ ഒരു പെക്യുലാരിറ്റി ലേഡിക്കുണ്ട്. അപ്പം അവർ തുടക്ക സമയത്ത് അവർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് വന്നപ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടി വന്ന ഡിസ്ക്രിമിനേഷനെ പറ്റി അവര് പറഞ്ഞിട്ടുണ്ട് അവരുടെ പല സ്പീച്ചസിലും. സോ അതെന്താണ്, അവർക്ക് ആ ഒരു വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ അവർക്കൊരു റിസർച്ച് പൊസിഷനിലൊക്കെ വരുന്ന സമയത്ത് എന്താ ഫേസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ സ്റ്റഡി റിലവൻസിലൊക്കെ വരുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസ് ആണ് അത് ഹയറിംഗിലാവാം, സ്ത്രീകളെ ജോലിക്ക് എടുക്കുമ്പോൾ ആകാം, പ്രൊമോഷൻസിലാവാം, റിസർച്ച് ഫണ്ടിങ്ങിലാവാം, എല്ലാ തട്ടിലും ആകാം. അതുപോലെ വിമൻ സയന്റിസ്റ്റ് ലീഡർഷിപ്പ് റോളിലേക്ക് വരാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കമ്പയർഡ് ടു മെയിൽ കാൻഡിഡേറ്റ്സ്. ഇന്ത്യയെ സംബന്ധിച്ച ഇസ്രോയുടെ ഒക്കെ പ്രൊജക്ട് ഡയറക്ടർ പോസ്റ്റിൽ വരെ എത്തിയിട്ടുണ്ട് സ്ത്രീകൾ. ഇപ്പൊ കുറെ അധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. സ്റ്റിൽ പല ഏരിയാസിലും വിമൻ സയന്റിസ്റ്റ് ആ ഒരു ലീഡർഷിപ്പ് റോൾസ് സെക്യൂർ ചെയ്യുന്നതിൽ കുറെ അധികം ബയസ് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ ഹറാസ്മെന്റ് ആൻഡ് ഹോസ്റ്റൈൽ വർക്ക് എൻവയോൺമെന്റ്, ഹറാസ്മെന്റ്, സെക്ഷൽ ഹറാസ്മെന്റ് ആയിക്കോട്ടെ, പലതരത്തിലുള്ള ഹറാസ്മെന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ സ്ത്രീകളെ ഈ സ്റ്റെം കരിയേഴ്സിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഉള്ളൊരു പ്രേരകമാകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പോഷ് ആക്ട്, അതായത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ആക്ട് ഒക്കെ ഇന്ത്യയിലുണ്ട്. അതൊക്കെ വളരെ പ്രൊമീസിങ് ആയിട്ടുള്ള കാര്യമാണ്. സോ കുറെ അധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. അടുത്തതായിട്ട് ദ ലീക്കി പൈപ്പ് ലൈൻ ആൻഡ് കരിയർ അട്രീഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സ്ത്രീകളൊക്കെ ജോലിക്ക് കയറുന്നു സ്റ്റെം ബ്രാഞ്ചിലേക്ക്, പക്ഷെ കുറെ അധികം ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാകുന്നു. കയറി കഴിയുമ്പോൾ അവർക്ക് ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പം ഈ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഒക്കെ കഴിഞ്ഞ് അവരൊരു ഫാക്കൽറ്റി പൊസിഷനിലേക്ക് ചെല്ലുന്ന സമയമായിക്കോട്ടെ, ഡോക്ടറേറ്റ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഒരു പഠിപ്പിക്കാനൊക്കെ ആയിട്ട് കയറുന്ന ഒരു സമയമായിക്കോട്ടെ, അപ്പം അത്രയും ഒരു നിലയിൽ പഠിച്ചെത്തിക്കഴിയുമ്പോൾ അവർക്ക് പിന്നെ എന്താ, അവർക്കൊരു ഡബിൾ ബേർഡൻ ഒക്കെ വരിക. അതായത് മാരേജ് കൊണ്ടുപോകണം, അതുപോലെ ചൈൽഡ് കെയർ ചിലപ്പം ചെയ്യേണ്ടി വരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു വർക്ക് ലൈഫും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു പേഴ്സണൽ ലൈഫും അവർക്ക് ബാലൻസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ കരിയർ അട്രീഷൻ, അതാണ് നമ്മൾ പറഞ്ഞ കയറി കഴിയുമ്പം അട്രീഷൻ, പുറത്തേക്ക് ഇറങ്ങിപ്പോകും ആളുകൾ, ആ റേറ്റ് വളരെയധികം കൂടുതലാണ്. പിന്നെ ലാക്ക് ഓഫ് റെക്കഗ്നീഷൻ ആൻഡ് റോൾ മോഡൽസ്, അതായത് ഇവിടെയാണ് വരുന്നത് മെറ്റിൽഡ എഫക്ട് എന്ന് പറഞ്ഞൊരു എഫക്റ്റിനെ പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. മെറ്റിൽഡ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമന്റെ കോൺട്രിബ്യൂഷൻ ഓവർഷാഡോ ചെയ്തു പോകുന്നു ആസ് കമ്പയർഡ് ടു, അല്ലെങ്കിൽ എന്തിന്റെ ആസ്പെക്റ്റില, മെയിൽ വരുന്ന സമയത്ത് വിമന്റെ കോൺട്രിബ്യൂഷൻസ് എന്താ സയൻസിലേക്ക് ഓവർഷാഡോ ചെയ്തു പോകുന്നു. അതായത് വിമൻ ആ വേണ്ടത്ര ഒരു
ആ ഒരു recognition കിട്ടുന്നില്ല. Women scientists receive less recognition for their work compared to their male counterparts. A lack of visible female roles discourages young girls from entering and staying in STEM fields. നിങ്ങൾക്ക് ഗുജ്ജൻ സക്സേന എന്ന് പറയുന്ന ഒരു മൂവി നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഒരു വിമൻ ഫൈറ്റർ പൈലറ്റ് ആയ ഗുഞ്ചന്റെ കഥ. അത് അതിനകത്തും ഇതേ ഒരു ആസ്പെക്റ്റാ പറയുന്നത്. അതായത് ഗുഞ്ചൻ ആദ്യം ആ പൈലറ്റ് ആയി വന്നു. സ്കിൽ വെച്ചിട്ട് എന്താണ് ഈ മെയിൽ ആയിട്ടുള്ള പൈലറ്റ്സിന് തുല്യമായിട്ടുള്ള എല്ലാ സ്കിൽസും ഗുഞ്ചനും പൊസസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ, ഗുഞ്ചൻ പല കാര്യങ്ങളും നന്നായിട്ട് ചെയ്താൽ പോലും ആ ഒരു റെക്കഗ്നീഷൻ കിട്ടാതെ വരുന്ന കാര്യമൊക്കെ അത് കൃത്യമായിട്ട് പോർട്രേ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എ ഫോം ഓഫ് മെറ്റിൽഡ എഫക്റ്റ് അതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ഇന്ത്യയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഒരു സർവേ നടന്നിട്ടുണ്ടായിരുന്നു. 98 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്ത് പഠിക്കുകയുണ്ടായി അതിനകത്തെ വിമനെ കുറിച്ച്. അപ്പൊ അതിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഏകദേശം 17% ഫാക്കൽറ്റി പൊസിഷൻസും സ്റ്റെം ഫീൽഡുകളിൽ 17% മാത്രമേ വിമൻ കൈകാര്യം ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ 8% ഫാക്കൽറ്റി പൊസിഷൻ മാത്രമേ എഞ്ചിനീയറിംഗിൽ വിമൻ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവിടെ ഒരു മെയിൽ ഡോമിനൻസ് ആണ് കാണാൻ സാധിച്ചത്. ഹയർ റാങ്ക്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ഈവൻ ഫ്യൂവർ വിമൻ ഇൻ സീനിയർ പൊസിഷൻസ്. Women scientists are often excluded from conferences and overlooked for career enhancing opportunities, limiting their professional growth. അപ്പം കുറെ കാര്യങ്ങളിൽ, അതായത് കോൺഫറൻസ് ആയിക്കോട്ടെ, കരിയർ എൻഹാൻസിങ് ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, ഇതിൽ നിന്നൊക്കെ വിമൻ സയന്റിസ്റ്റുകളൊക്കെ എന്താണ് എക്സ്ക്ലൂഷൻ ഫേസ് ചെയ്യാറുണ്ട്. അത് അവരുടെ പ്രൊഫഷണൽ ഗ്രോത്തിനെ വളരെയധികം ലിമിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിന് സൊല്യൂഷൻ ആയിട്ട് കുറേയധികം ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. പിന്നെ കുറച്ച് പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഇതിനകത്ത് കുറേയധികം സൊല്യൂഷൻസും കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? 3 സ്ട്രാറ്റജീസ് ആയിട്ട് ഇതിൽ പറയുന്നത്. ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് കൊണ്ടുവരണം. എപ്പോഴും എനിക്ക് തോന്നുന്നു ബാൽ ഗംഗാധർ തിലകാണ് പറഞ്ഞിട്ടുള്ളത്, ആദ്യം വേണ്ടത് പൊളിറ്റിക്കൽ റിഫോംസ് ആണ്. പൊളിറ്റിക്കൽ റിഫോംസ് പ്രിസീഡ്സ് സോഷ്യൽ റിഫോംസ് എന്നാ പറയുന്നത്. ഈ ശബരിമല മുതലായ വേർഡിക്സിലൊക്കെ നമ്മുടെ ആ ഒരു ഇതിലൊക്കെ ഇത് ആപ്ലിക്കബിൾ ആണ്. ആദ്യം വരേണ്ടത് സൊസൈറ്റൽ റിഫോംസ് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. അതിന് മുന്നേ വരേണ്ടത് പൊളിറ്റിക്കൽ റിഫോംസ് ആണ്. പൊളിറ്റിക്കൽ റിഫോംസ് പ്രിസീഡ്സ് സോഷ്യൽ റിഫോംസ്. അങ്ങനെ വന്നില്ലെങ്കിലാണ് ഇവിടെ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ആവുന്നത്. ആദ്യം അതൊരു ഇപ്പം നമുക്കറിയാം ഈ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ, അത് മാറണമെങ്കിൽ ഒരു ലോങ് ടൈമിലേ നടക്കുള്ളൂ. ഒറ്റയടിക്ക് അത് ഒരു ട്രാൻസിഷൻ നമുക്ക് പോസിബിൾ അല്ല. ഷോർട്ട് ടൈമിൽ പയ്യെ ഷോർട്ട് ടൈം അല്ല, ലോങ് ടൈമിൽ പയ്യെ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. സോ അവിടെ വരേണ്ടതായ എന്താണ് ആ ഒരു പൊളിറ്റിക്കൽ റിഫോംസ് കാര്യങ്ങളൊക്കെ. അതിൽ ആദ്യമായിട്ട് പറയുന്നതാണ് ഇതിനകത്ത് എന്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്ന് പറയും. ഫ്ലെക്സിബിൾ വർക്ക് പോളിസീസ് കൊണ്ടുവരിക, അഫോർഡബിൾ ആയിട്ടുള്ള ചൈൽഡ് കെയർ ഓപ്ഷൻസ് കൊണ്ടുവരിക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? വിമനെ കരിയറും അതുപോലെ ഫാമിലിയും ബാലൻസ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് വർക്ക് ഫാമിലി ഇന്റഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബയസുകൾ കൊണ്ടുവരാതിരിക്കുക എവിടെയൊക്കെ ഹയറിങ്ങിലും പ്രൊമോഷൻസിലും കാര്യങ്ങളിലും. അടുത്ത വിസിബിലിറ്റി ആൻഡ് റെക്കഗ്നീഷൻ ആണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള വിമൻ സയന്റിസ്റ്റുകളെയൊക്കെ ഷോക്കേസ് ചെയ്യുക. അതിലൂടെ എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ആ ഒരു സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ യങ്ങർ ജനറേഷനിലുള്ള ഇനി വരുന്ന ആളുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അതിലൂടെ പുതിയ സ്ത്രീകളും ഈ പറയുന്ന സ്റ്റെം ഫീൽഡുകളിലേക്കൊക്കെ എത്തും. പിന്നെ കൂടാതെ കുറെ അധികം നമുക്ക് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റെക്കഗ്നൈസിങ് ചാലഞ്ചസ് ആൻഡ് ബയസസ് ത്രൂ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ബയസ് വാച്ച് ഇന്ത്യ. ഇതൊരു പ്ലാറ്റ്ഫോം ആണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അതിൽ എന്താണ് ചെയ്യുന്നവര്? വിച്ച് ഹൈലൈറ്റ്സ് ജെൻഡർ ഇൻഈക്വാലിറ്റീസ് ഇൻ അക്കാഡമിയ. അടുത്തതായിട്ട് ടാർഗറ്റഡ് കരിയർ സപ്പോർട്ട് ആണ്. എലിമിനേറ്റിംഗ് ഏജ് റെസ്ട്രിക്ഷൻസ് ഓൺ റിസർച്ച് ഗ്രാൻസ് ടു അക്കോമഡേറ്റ് കരിയർ ബ്രേക്സ്. അപ്പൊ ഏജ് റെസ്ട്രിക്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു കരിയർ ബ്രേക്ക് ഒക്കെ ഉണ്ടാകുന്ന ആളുകൾക്കും എന്താണ് റിസർച്ചിൽ അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ ആ ഒരു കരിയർ ബ്രേക്ക് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അവർക്ക് അത് വെല്ലുവിളി നേരിടാതെ തന്നെ അവർക്ക് തിരിച്ച് ആ ഒരു കരിയറിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ തിരിച്ചു വരാൻ ആ ഒരു മൊമെന്റം ഗെയിൻ ചെയ്യാൻ സാധിക്കും, റീഗെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തതായിട്ട് സ്ട്രെങ്തനിങ് മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ടു സപ്പോർട്ട് വിമൻ അറ്റ് ഡിഫറെന്റ് കരിയർ സ്റ്റേജസ്, എൻകറേജിങ് വിമൻസ് ലീഡർഷിപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ് റോൾസ്. ഇന്ത്യ ഗവൺമെന്റ് കുറെ അധികം ഇനിഷ്യേറ്റീവ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് വിമനെ സ്റ്റെം ഫീൽഡിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അതിൽ ഒന്നാമത്തതാണ് ഗതി എന്ന് പറയും, ജെൻഡർ അഡ്വാൻസ്മെന്റ് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് സ്റ്റെം ഫീൽഡുകളിലെ ഇൻക്ലൂസിവിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അടുത്തതായിട്ട് വിമൻ ഇൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് നോളജ്
ഇൻവോൾവ്മെന്റ് ഇൻ റിസർച്ച് അഡ്വാൻസ്മെന്റ് ത്രൂ നർച്ചറിംഗ് എന്ന് പറയും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വൈസ് കിരൺ എന്നാണ് അതിന്റെ, കിരൺ എന്ന് പറയും. അതാണ് അതിന്റെ ഷോർട്ട് ഫോം. ഇത് വിമൻ റിസർച്ചേഴ്സിനെ എന്താണ് കുറച്ചുകൂടെ അവർക്കൊരു സപ്പോർട്ട് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ്. അടുത്തതായിട്ട് ബയോ കെയർ എന്ന് പറയും. ബയോടെക്നോളജി കരിയർ അഡ്വാൻസ്മെന്റ് ആൻഡ് റീ ഓറിയന്റേഷൻ എന്ന് പറയും. ഇത് വിമൻ സയന്റിസ്റ്റിനെ റിസർച്ചിലേക്ക് കരിയർ ബ്രേക്ക് കഴിയുമ്പോൾ അവർക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. അടുത്തതായിട്ട് ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ കുറേയധികം എഫേർട്സ് ജെൻഡർ ഇനീക്വാളിറ്റി സ്റ്റെം ഫീൽഡിൽ തടയാൻ ആവശ്യമാണ്. മോർ സിസ്റ്റമിക് റിഫോംസ് ആർ നീഡഡ്. എൻഷുറിംഗ് വിമൻസ് ഫുൾ പാർട്ടിസിപ്പേഷൻ ഇൻ സയൻസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫെയർനെസ്. അതൊരു ഫെയർനെസ് കൊണ്ടുവരാൻ വേണ്ടി മാത്രമല്ല, ബട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഇന്നോവേഷൻ, ഡൈവേഴ്സിറ്റി ആൻഡ് സൊസൈറ്റൽ പ്രോഗ്രസ്. അപ്പം എന്താണ് അതിലൊരു ഇന്നോവേഷൻ കൊണ്ടുവരാനും അതുപോലെ ഡൈവേഴ്സിറ്റി കൊണ്ടുവരാനും സൊസൈറ്റൽ പ്രോഗ്രസ് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കും. നമുക്ക് നമ്മുടെ മംഗൾയാൻ, മിഷൻ മംഗൾ മൂവിയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനകത്ത് ആ ഒരു പ്രൊജക്ട് സയന്റിസ്റ്റ് ആയിട്ടുള്ള ലേഡി വിദ്യാബാൽ എന്നാണ് ആ റോൾ ചെയ്തത്. അവർ ആ ഒരു വീട്ടിലെ ആ ഒരു ഹോം സയൻസ് എടുത്തിട്ട് എങ്ങനെയാണ് അവര് നേരെ ആ ഒരു കിച്ചൺ സയൻസ് എടുത്ത് നേരെ അവര് ആ ഒരു റോക്കറ്റിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ മാക്സിമം കുറഞ്ഞ ഫ്യൂവലിൽ എങ്ങനെ ആ മാസിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതൊക്കെ എന്താ ഫോം ഓഫ് ഇന്നോവേഷൻ ആണ്. ഇന്നോവേഷൻ, ഡൈവേഴ്സിറ്റി, സൊസൈറ്റൽ പ്രോഗ്രസ് ഒക്കെ കൊണ്ടുവരാൻ സഹായിക്കും. അതൊരു ഫെയർനെസ് കൊണ്ടുവരുന്നതിന്റെ ഒരു ഇക്വേഷൻ മാത്രമല്ല. ബൈ ഇംപ്ലിമെന്റിംഗ് സ്ട്രക്ചറൽ ചേഞ്ചസ് and fostering a more inclusive environment, India can set an example for gender equity in STEM globally. അപ്പൊ ഇന്ത്യക്ക് എന്താണ് ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഒരു ഇൻക്ലൂസീവ് എൻവയോൺമെന്റ് ആളുകൾ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എൻവയോൺമെന്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട്. ഓക്കെ, അടുത്തതായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഹിമാലയൻ ട്രാജഡി എന്ന് പറയും. ഹിമാലയൻ ട്രാജഡി GS1 ഒരു ആർട്ടിക്കിൾ ആയിരുന്നു, റിലേറ്റഡ് ടു ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ. അതിനകത്ത് പറഞ്ഞത് നമുക്ക് അത് കൂടാതെ തന്നെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യാം. പക്ഷെ കൂടുതലായിട്ട് എന്താ, നമുക്ക് നമ്മൾ പറയുമല്ലോ സ്ട്രിക്റ്റ് ആയിട്ടൊരു കാര്യമൊന്നുമില്ല, ഇതൊക്കെ ഓവർലാപ്പിംഗ് ആണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം എൻവയോൺമെന്റും ജോഗ്രഫിയും ഇറ്റ്സ് റിലേറ്റഡ്. സോ GS1 വേണമെങ്കിൽ ആവാം, അല്ലെങ്കിൽ GS3 ആവാം. കൂടുതൽ എന്താണ് GS1 ഈ അവലാഞ്ചെ മുതലായ കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ ആർട്ടിക്കിളിൽ പറയുന്നത് കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന ഉത്തരാഖണ്ഡിലെ മന വില്ലേജിൽ നടന്ന അവലാഞ്ചയെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ആയിരുന്നു. അവിടെ ഏകദേശം 23ഓളം വർക്കേഴ്സിനെ, ആ അവലാഞ്ചയെ പെട്ടുപോയ വർക്കേഴ്സിനെ റെസ്ക്യൂ ഉണ്ടായി. പക്ഷെ 8 പേര് മരണപ്പെടുകയുണ്ടായി. അത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലായിരുന്നു ഈ പറയുന്ന ഒരു അവലാഞ്ച ഉണ്ടായത്. അതിലാണ് ഈ പറയുന്ന കുറേയധികം ലോസസ് നമുക്ക് ഉണ്ടായത്. അടുത്തതായിട്ട് ഇതിന്റെ നമുക്കൊരു അവലാഞ്ചയുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിലയിരുത്താം. ഇന്ത്യൻ ആർമിയും പിന്നെ അതുപോലെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള 60 അവർ റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് നടത്തിയത്. ഏകദേശം 10,500 അടി ഉയരത്തിൽ, സീ ലെവലിൽ നിന്ന് 10,500 അടി ഉയരത്തിലാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തത്. യൂസിങ് ഹെലികോപ്റ്റേഴ്സ് ആൻഡ് ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റംസ് ടു ലൊക്കേറ്റ് ബറീഡ് കണ്ടെയ്നേഴ്സ് അണ്ടർ ദ സ്നോയുടെ അടിയിലായിരുന്നു ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ. അപ്പൊ ഇതിനകത്ത് കീ പോയിന്റ്സ് നമുക്ക് നോക്കാം. അവലാഞ്ച് ഹിമാലയാസിൽ കോമൺ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ആൻഡ് മന, എ വില്ലേജ് നിയർ ദ ഇൻഡോ ചൈന ബോർഡർ, ഹാസ് എ ട്രഡീഷൻ ഓഫ് വിന്റർ മൈഗ്രേഷൻ ടു അവോയ്ഡ് ഹാർഷ് കണ്ടീഷൻസ്. അപ്പം ഈ വില്ലേജിൽ നിന്ന് ആളുകളൊക്കെ പലായനം ചെയ്യാറുണ്ട്. കാരണം വിന്റർ മൈഗ്രേഷൻ അവിടെ ഒരു ട്രഡീഷൻ പോലാണ്. കാരണം അവിടെ ആ സമയത്ത് എക്സ്ട്രീം വെതർ ആയിരിക്കും. ആ ഒരു ഹാർഷ് കണ്ടീഷൻസിനെയൊക്കെ അതിജീവിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഡിസാസ്റ്റർ വന്നപ്പോൾ അത് എന്ത് കൺസേൺസ് ആണ് റേസ് ചെയ്യുന്നത് കൂടുതലായിട്ട്? അതെ, വർക്കേഴ്സിന്റെ സേഫ്റ്റി അതുപോലെ പ്രിപ്പയർഡ്നെസ്സും ആണ് ആ ഒരു ഡിസാസ്റ്റർ റേസ് ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആവശ്യമാണ്, ബോത്ത് ഫോർ സിവിലിയൻ ആൻഡ് മിലിറ്ററി പർപ്പസ്. പക്ഷേ എന്താണ്, പ്രിവെന്റീവ് മെഷേഴ്സും കൂടെ അതിന്റെ കൂടെ ആവശ്യമാണ്. ദർ ഇസ് എ ലാക്ക് ഓഫ് പ്രിവെന്റീവ് മെഷേഴ്സ് ടു പ്രൊട്ടക്ട് വർക്കേഴ്സ്. അതാണ് അവിടുത്തെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. ബെറ്റർ ഡിസൈൻഡ് ഷെൽട്ടേഴ്സ് ഇൻസ്പയർഡ് ബൈ ബോംബ് ഷെൽട്ടേഴ്സ് ഓർ അന്റാർട്ടിക് റിസർച്ച് സ്റ്റേഷൻസ് കുഡ് ഇംപ്രൂവ് സർവൈവൽ റേറ്റ്സ് ഇൻ സച്ച് ഡിസാസ്റ്റേഴ്സ്. അപ്പൊ എന്താ വേണമെന്ന് പറഞ്ഞേക്കുന്നത്, ബെറ്റർ ഡിസൈൻഡ് ആയിട്ടുള്ള
ഷെൽട്ടേഴ്സ് കൊണ്ടുവരണം. ലൈക്ക് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ബോംബ് ഷെൽട്ടേഴ്സും പിന്നെ അതുപോലെ അന്റാർട്ടിക് റിസർച്ച് സ്റ്റേഷൻസും. അവിടെയൊക്കെ അന്റാർട്ടിക്കിലൊക്കെ എന്താ ഒരു എക്സ്ട്രീം വെതർ ഇവന്റ്സിനെയൊക്കെ കൈകാര്യം ചെയ്യാവുന്ന തരത്തിലായിരിക്കും അവിടുത്തെ ആ ഒരു ഷെൽട്ടേഴ്സ് ഒക്കെ ഉള്ളത്. അപ്പൊ ആ രീതിക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ബെറ്റർ ഡിസൈൻഡ് ഷെൽട്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എന്താ നമുക്ക് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സർവൈവൽ റേറ്റ് ഒക്കെ ഈ പറയുന്ന ഡിസാസ്റ്റേഴ്സ് വരുന്നതിന്റെ സർവൈവൽ റേറ്റ് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. The focus should not just be on rescue efforts, but also on proactive safety measures to prevent future tragedies. ജസ്റ്റ് റെസ്ക്യൂ എഫേർട്സിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ എന്താണ് വേണ്ടത്? ഒരു പ്രൊയാക്റ്റീവ് സേഫ്റ്റി മെഷേഴ്സ് ആണ്. അത് നമ്മൾ പറയുന്നത് എന്താ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത്. അതായത് ഒരു കാര്യം വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് അത് വന്നു കഴിഞ്ഞിട്ട് അതിനെ തടയാൻ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നതിൽ നല്ലത്. അപ്പൊ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അവലാഞ്ച് എന്താണെന്ന് നമുക്കൊരു ജോഗ്രഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കാം. അവലാഞ്ച് എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ടുള്ള റാപ്പിഡ് ഫ്ലോ ഓഫ് സ്നോ, ഐസ് ആൻഡ് ഡെബ്രിസ് ഡൗൺ എ മൗണ്ടെയിൻ ഓർ സ്ലോപ്പ്. ഒരു സ്ലോപ്പോ അല്ലെങ്കിൽ മൗണ്ടനിൽ നിന്നോ റാപ്പിഡ് ആയിട്ടുള്ള ഫ്ലോ ഓഫ് സ്നോ, ഐസ് ആൻഡ് ഡെബ്രിസ്. സ്നോ ആം, ഐസ് ആം, ഡെബ്രിസ് ആം, അതിന്റെ സഡൻ ആയിട്ടുള്ള ഒരു ഫ്ലോയെയാണ്, റാപ്പിഡ് ആയിട്ടുള്ള ഫ്ലോയെയാണ് എന്ത് വിളിക്കുന്നത്? അവലാഞ്ച് എന്ന് വിളിക്കുന്നത്. ഇതിന് കാരണമായിട്ട് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഹെവി സ്നോഫോൾ ആവാം, റാപ്പിഡ് ടെമ്പറേച്ചർ ചേഞ്ചസ് ആവാം, അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റിയും ആവാം. ഇതിന്റെ പല ടൈപ്സ് ഉണ്ട്. ടൈപ്സ് വന്നിട്ട് റോക്ക് അവലാഞ്ചസ് ഉണ്ട്. അതിൽ എന്താ വിച്ച് കൺസിസ്റ്റ് ഓഫ് ലാർജ് സെഗ്മെന്റ്സ് ഓഫ് ഷാറ്റേർഡ് റോക്ക്. ഐസ് അവലാഞ്ചസ്. ഐസ് അവലാഞ്ചസിൽ എന്താ വരുന്നത്? അതിൽ കൂടുതലായിട്ടും ഐസ് അവലാഞ്ചേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് കൂടുതലും ഗ്ലേസിയേഴ്സിന്റെ ഒക്കെ അടുത്തായിരിക്കും ആ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഡെബ്രിസ് അവലാഞ്ച് ആണ്. ഡെബ്രിസ് ആണെങ്കിൽ വെറൈറ്റി ഓഫ് അൺകൺസോളിഡേറ്റഡ് മെറ്റീരിയൽസ് സച്ച് എസ് ലൂസ് സ്റ്റോൺസ് ആൻഡ് സോയിൽ, ഇതൊക്കെ താഴേക്ക് വീഴുന്ന ആ ഒരു റാപ്പിഡ് ഫ്ലോ ആയിരിക്കും ഡെബ്രിസ് അവലാഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പല ടൈപ്പ് ഓഫ് അവലാഞ്ചേഴ്സ് എന്താണ് അതിനകത്ത് വരുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് അതിനെ തരം തിരിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് അവലാഞ്ചസ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് ആർ ബോത്ത് ടൈപ്പ് ഓഫ് മാസ് മൂവ്മെന്റ്സ്. ഇവരെ രണ്ടുപേരെ എന്താ വിളിക്കേണ്ടത്? മാസ് മൂവ്മെന്റ്സ് തന്നെയാണ്. ബട്ട് ദേ ഒക്കർ ഇൻ ഡിഫറെന്റ് എൻവയോൺമെന്റ്സ് ആൻഡ് ഇൻവോൾവ് ഡിഫറെന്റ് മെറ്റീരിയൽസ്. അവലാഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റാപ്പിഡ് ഫ്ലോ ഓഫ് സ്നോ, ഐസ് ആൻഡ് ഡെബ്രിസ് ഡൗൺ എ മൗണ്ടെയിൻ ഓർ സ്ലോപ്പ്. വൈൽ എ ലാൻഡ് സ്ലൈഡ് ഈസ് എ മൂവ്മെന്റ് ഓഫ് റോക്ക്, എർത്ത് ഓർ ഡെബ്രിസ് ഡൗൺ എ സ്ലോപ്പ് ഓർ ക്ലിഫ്. നമ്മുടെ ലാൻഡ് സ്ലൈഡും അവലാഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ല. അവലാഞ്ച് എന്ന് പറഞ്ഞാൽ സ്നോ ആവാം, ഐസ് ആവാം, ഡെബ്രിസ് ആവാം. നമ്മൾ ലാൻഡ് സ്ലൈഡിൽ എന്ത് മൂവ്മെന്റ് ആ? ലാൻഡ് സ്ലൈഡിൽ റോക്കോ എർത്തോ അല്ലെങ്കിൽ ഡെബ്രിസിന്റെയോ മൂവ്മെന്റിനെയാണ് നമ്മൾ ലാൻഡ് സ്ലൈഡ് എന്ന് വിളിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് അവലാഞ്ചസ് ഈസ് ഓർ ആർ കറക്റ്റ്? Avalanches can be triggered by both natural and human activities. Rock avalanches consist primarily of ice and snow. Avalanches and landslides are both type of mass movements, but avalanches specifically involve snow and ice. The steepness and shape of a slope can influence the likelihood of an avalanche occurring. Select the correct answer using the codes below. Option A 1 and 3 only. Option B 1, 3 and 4 only. Option C 2 and 4 only. Option D 1, 2, 3 and 4. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തതിന്റെ ആൻസർ. സോ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സും ക്വയറീസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ആൻസർ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക. സോ ഹാപ്പി ലേണിംഗ്. അടുത്ത ദിവസം കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.